അപ്പൊ ഞാൻ ഇപ്പൊ ടൊറന്റോയിൽ വന്നിട്ട് ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്ന ഒരു ഫ്ലാറ്റിലാണ്. നിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഫ്ലാറ്റ് ആണോ ബെറ്റർ, ഹൗസ് ആണോ ബെറ്റർ? എനിക്ക് തോന്നിയത് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. എന്താണ് ഫ്ലാറ്റിൽ നിൽക്കണതിന്റെ കോൺ അല്ല പ്രോ? ഫ്ലാറ്റിൽ നിൽക്കണതിന്റെ പ്രോ എന്താന്ന് വെച്ചാല്, ഒന്ന് നമുക്ക് ഈ ലോൺ മെയിൻ്റെനൻസ്, സ്നോ ഷവലിങ് അതൊന്നും നമുക്ക് ചെയ്യണ്ട. കാനഡയിൽ വെക്കുമ്പോ ഞാൻ POV പറയുന്നത് അതൊക്കെ നമ്മൾ സ്വതന്ത്ര. പിന്നെന്ന് വെച്ചാല് പിന്നെ എന്തൊക്കെയോ കാരണം ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചതാ ശരിക്കും. പിന്നെ എന്താന്ന് വെച്ചാല് നമുക്ക് ഒന്ന് നമ്മൾ ഈ 15th 16th ഫ്ലോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പുറത്തേക്ക് വിൻഡോന്റെ പുറത്തേക്ക് നോക്കുമ്പോ തന്നെ ഇതുപോലത്തെ ഞങ്ങൾ സ്റ്റോറി ഇടുമ്പോ കാണിക്കണ്ട് ഇതേപോലത്തെ നല്ല വ്യൂസും കാര്യം, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച എന്താന്ന് വെച്ചാല് മറ്റേ ലോണ്ട്രി കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. അത് മോശല്ലേ? അങ്ങനെ മോശമാവുന്നേ കാരണം നമ്മൾ താഴെ പോയി ലോണ്ട്രിക്ക് നമ്മൾ പേ ചെയ്തിട്ട് വേണം. പേ ചെയ്യണോ? പിന്നല്ലാതെ. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു തെന്നീർ, ഇവര് ഹൗസിലായിരുന്നു നിന്നിരുന്നത്. എന്നിട്ട് ഇവൻ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്തപ്പോ എല്ലാ വീക്കെൻഡും ഇവനൊരു സ്കൂൾ കുട്ടീനെ പോലെ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ വരും നമ്മളെ വീട്ടിലേക്ക്. അപ്പൊ എന്താ എന്റെ ലോണ്ട്രി ബാഗിലാണ്, എന്നിട്ട് അലക്കിയിട്ട് പോകും. അപ്പൊ അത് പൈസ എടുക്കണം വിചാരിച്ചു. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് അപ്പാർട്ട്മെന്റ് ഒരു പ്രോസ് ആയിട്ട് തോന്നുന്നത്. വീടിന്റെ ഒരു പ്രോസ് എന്താന്ന് വെച്ചാല്, ഒന്ന് നമുക്കൊരു ഫീൽസ് അറ്റ് ഹോം. എക്സാക്ട്ലി അതാണ് ഫീൽസ് അറ്റ് ഹോം. നമുക്കൊരു ബാക്ക് യാർഡ് ഉണ്ട്, നമുക്കൊരു മുറ്റം പോലെ ഒരു സ്ഥലമുണ്ട്, പിന്നെ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റ് പോലെ നമുക്കുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ഫുള്ളൊരു ആർട്ടിഫിഷ്യലി മെയ്ഡ് ക്യൂബിക്കിൾസ്. എന്റെ അതേ വേർഡ്സ്, ആർട്ടിഫിഷ്യലി മെയ്ഡ് ക്യൂബിക്കിൾസ് എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ആവില്ല. പക്ഷെ വീട് പറയുമ്പോ നമുക്ക് ആ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ വീടിന്റെ തന്നെ ഉള്ളൂ. വീട് എന്ന് പറയും ഞാൻ ഇപ്പൊ നിങ്ങൾ പറയുന്നോ അന്ന് എനിക്ക് ഫ്ലാറ്റിൽ നിന്ന് ശീലമില്ലാത്തതുകൊണ്ടാവും എന്നൊക്കെ ചിലപ്പോ പറയുന്നുണ്ടാവും. പക്ഷെ അല്ല, ഞാൻ എന്റെ ലൈഫിന്റെ ജനിച്ച അന്ന് മുതൽ 18-ാം വയസ്സ് വരെ ഞാന് ഫ്ലാറ്റിലാണ് നിന്നത്. എന്നിട്ട് ഞാൻ കാനഡയിലേക്ക് വന്നപ്പോഴാണ് ഞാനൊരു ഹൗസിൽ നിൽക്കുന്നത്. പിന്നെ സമ്മർ വെക്കേഷനിൽ നാട്ടിലെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴും എനിക്ക് ഇതേ ഫീലിംഗ് ആവുന്നത്. എന്നിട്ട് ഇപ്പോൾ ആഫ്റ്റർ 4.5 years 5 years ഞാൻ വീണ്ടും ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഫ്ലാറ്റ് എനിക്കൊരു ആർട്ടിഫിഷ്യലി ബിൽറ്റ് എൻവയൺമെന്റ്, ആർട്ടിഫിഷ്യൽ ലൈഫൊക്കെ പോലെ എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ആലോചിക്കുകയോ ഏത് മനുഷ്യന്, ഏതാണ് ആ ജീനിയസ് അവൻ ആലോചിച്ചത്, നമ്മളിങ്ങനെ ലെഫ്റ്റിൽ ഇങ്ങനെ വീതിയിൽ നമ്മൾ വീടുകൾ ഉണ്ടാക്കി പോണേ കുറെ സ്പേസ് ഉണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറെ വീട് എടുത്തിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കാം. ഏത് ജീനിയസ് ആണ് അത് ആദ്യം പറഞ്ഞത്? അപ്പൊ പറഞ്ഞപ്പോ ചിലപ്പോൾ കൂടുതലുള്ള ആൾക്കാർ ഒന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടാവും. എന്ത് എങ്ങനെ വീടുകൾ ഇത്ര ഹൈറ്റിലൊക്കെ ഉണ്ടാക്കുക, വീഴൂലേ എന്നൊക്കെ പറഞ്ഞില്ല. ഐ ഷോ യു ഫ്ലാറ്റ് ആർക്കിടെക്ചർ. പിന്നെ എന്റെ വീടിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, നമുക്കിപ്പോ ഈ ചെടികൾ വളർത്തുക അങ്ങനത്തെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റിനെക്കാട്ടിലും കുറച്ചും കൂടിയും അടിപൊളി നമ്മുടെ വീട്ടിലെ ബാക്ക് യാർഡിലോ ഫ്ലാറ്റിൽ നമ്മള് ഈ ചെടികളൊക്കെ വളർത്തുന്നതിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഈവൻ നമ്മള് ബാൽക്കണിയിൽ വെക്കുകയാണെങ്കിൽ കൂടി. അതെ. പിന്നെന്താന്ന് വെച്ചാല് ഈ വീട് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം തോന്നാണ്. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പുറത്തെത്തി. ഇതിപ്പോ ഞാൻ 15th ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഞാൻ അതും പറയണോ? ഞാനിത് ഇപ്പൊ പോസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിലെ ഭയങ്കര അടിപൊളി വ്യൂ സ്റ്റോറി ഇട്ടായിരുന്നു. അതിൽ നമ്മളെ പോഡ്കാസ്റ്റിന്റെ ഒരു ലിസണർ സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്ത്, നീ ഈ അഡ്രസ്സിലാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അതൊന്ന് എന്റെ അഡ്രസ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്കെങ്ങനെ അറിയാം? അപ്പം പറയാം ഞാൻ ഇവിടെ ആയിരുന്നു കുറച്ചു കാലം താമസിച്ചിരുന്നേന്ന്. ഞാനിങ്ങനെ പടച്ച തമ്പുരാനെ സ്റ്റോക്കേഴ്സ് എന്തൊക്കെ. അതെ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ ഫ്ലാറ്റിൽ ഇപ്പൊ ഞാനിപ്പോ 16th ഫ്ലോറിലാണ് താമസിക്കുന്നത് വിചാരിച്ചോ ഫോർ എക്സാമ്പിൾ. അപ്പൊ എന്താ നിങ്ങള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കയറണം, താഴേക്ക് ഇറങ്ങണം, പോകണം, ഒരു ഫ്രിക്ഷൻ കൂടുതലാണ്. ഇതൊക്കെ ഫസ്റ്റ് വേൾഡ് പ്രോബ്ലംസ് ആണ്. ഞാൻ ഇത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാക്കി പറയുന്നതല്ല, ജസ്റ്റ് സംസാരിക്കാൻ ഒരു പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ചുമ്മാ അങ്ങനെ സംസാരിക്കുന്നു. അതെ.